1986 ഒരു പുതുതായി വിവാഹിതരായ ദമ്പതികൾ ഹണിമൂണിനായി ഒക്കിനാവയിലെ നാഹ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്ര ഒരു മനോഹരമായ ഓർമ്മയായി മാറേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ മറിച്ചായിരുന്നു സംഭവിച്ചത്. എന്നാൽ ആ യാത്ര ട്രാജഡിയായി മാറുകയായിരുന്നു ചെയ്തത്. അവരുടെ ഭാര്യ വിയർക്കാൻ തുടങ്ങുകയും കൈകാലുകൾ മുഴുവൻ പക്ഷാഘാതം വരാൻ തുടങ്ങുകയും ചെയ്തു. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവളെ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ ആദ്യം ഈ മരണത്തെ ഹൃദയാഘാതം എന്നാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കകം കുറേ സംശയാസ്പദമായ കാര്യങ്ങൾ പുറത്തു വന്നു. കേസ് ക്രമേണ ഒരു സീരിയൽ മർഡറിലേക്ക് ദിശ മാറ്റുകയാണ് ചെയ്തത്. എല്ലാ തെളിവുകളും ഒരു വ്യക്തിയിലേക്കാണ് വിരലടച്ചത്. ഈ കുറ്റകൃത്യം നടന്നത് ഒരു നോവലിൽ നിന്ന് നേരിട്ട് എടുത്തതുപോലെയാണ്. അതിനാൽ തന്നെ പലരും ഇയാളെ ക്രിമിനൽ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ചു. അവൻ ആരായിരുന്നു? അകലത്തു നിന്നെങ്ങനെ ഇയാൾ ഈ കൊലപാതകം നടത്തി? പോലീസ് എങ്ങനെ ഈ ദുരൂഹത ചുരണ്ടു തുറന്നു? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജപ്പാനെ ഞെട്ടിച്ച അഗോണിയേറ്റ് വിഷ കൊലപാതക കേസാണ്. 1986 മെയ് 19 47 വയസ്സുള്ള ഷിങ് റിക്കയും 33 വയസ്സുള്ള ഭാര്യ റിസാക്കയും ഹണിമൂണിനായി ഒക്കിനാവയിലെ നാഹ നഗരത്തിലേക്ക് പോയി. വിവാഹത്തിന് മുമ്പായി റിസാക്കോ ടോക്കിയോയിലെ ഒരു ക്ലബിലെ ഹോസ്റ്റസായി ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ച് ഷിങ്ങുവിനെ ഒരു കസ്റ്റമറായി കണ്ടുമുട്ടുകയും ആദ്യ നോട്ടത്തിൽ തന്നെ ഷിങ്ങുവിൻ അവൾക്കൊരു താല്പര്യമുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം അവർ പ്രണയത്തിലായി. തുടർന്ന് വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം റിസാക്കോ ഒസാക്കയിൽ താമസിക്കാൻ പോയി. ഹണിമൂണിനായി ഇരുവരും ഒരുമിച്ച് ഒരു യാത്രാ പദ്ധതി ഇട്ടപ്പോൾ ഷിങ്ങു ഒരു നിർദ്ദേശം നൽകി. നമുക്ക് റിസാക്കയുടെ സുഹൃത്തുക്കളെയും കൂടി ക്ഷണിക്കാം, അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ. റിസാക്കോ അതിൽ വളരെ സന്തോഷിച്ചു. ടോക്കിയോയിലുള്ള അവളുടെ 3 വനിതാ സുഹൃത്തുക്കളെ അവൾ ക്ഷണിച്ചു. 5 പേരുടെ സംഘം ഇഷിക്കാക്കി ദ്വീപിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങി. 1986 മെയ് 20 രാവിലെ 11:40 നാഹ എയർപോർട്ടിൽ 3 സുഹൃത്തുക്കളും ഷിങ്ങുവിനെയും റിസാക്കയെയും കണ്ടുമുട്ടി. അതുപോലെ യാത്ര ആരംഭിക്കാനിരിക്കെ ഷിങ്ങു ഒരു കാര്യം പറഞ്ഞു. എനിക്കൊരു അടിയന്തര ജോലിയുണ്ട്. ഒടുവിൽ ഒസാക്കയിലേക്ക് തിരിച്ചു പോകണം. ഇത് റിസാക്കയെ നിരാശപ്പെടുത്തിയെങ്കിലും അവൾ കൂട്ടുകാരോടൊപ്പം യാത്ര തുടരാനായി തുടങ്ങി. ഉച്ചയ്ക്ക് 1:30 ഇവർ ഹോട്ടലിൽ എത്തി. ചെക്കിംഗ് ചെയ്ത ഉടനെ റിസാക്കയ്ക്ക് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി. കഠിനമായ വിയർപ്പും ഛർദിയും, കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെയും ശ്വാസം മുട്ടലും, അറ്റകൈകൾ